അങ്ങനെ തന്നെ. സുലുവാ മുച്ചിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെന്നാ. കട്ടൻ ചായ ഇതെത്തടിതിനൊരു ബാട്ടച്ചായ. ഇന്റെ ഊരിപ്പൊട്ടോളെ ഈ ചായ തന്നെ ബാപ്പാ കൊണ്ടു കൊടുത്തോളെ. എനിക്ക് മാതിരി ചായ ഒന്നും വേണ്ട. അല്ലാന്ന് ഒരു ലക്ഷം ചൂടും ഇല്ല. അത് എപ്പ ഉണ്ടാക്കി വെച്ചതാണ്? ഇത് ഞാൻ എപ്പ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ചൂടോടെ ചൂടില്ലല്ലോ അത്. ചൂടാക്കി കൊണ്ടുവരണോ? ഇനിയിപ്പോ ചൂടാക്കി അതിനെ കടിച്ചു വേറെ ചായ ഉണ്ടാക്കി കൊണ്ടുവരും. അല്ല തളച്ചിട്ട് അതിക്ക് പൊടിയിട്. ഒന്നിങ്ങോട്ട് കൊണ്ടുവന്നൂടി പണ്ണ വേഗം. പക്ഷെ പയിച്ചിട്ട് നിക്കാൻ വെച്ച തുള്ളി വെള്ളം ചോദിച്ചാ കിട്ടൂല പെടുന്നു. പാരന്റെ അടച്ചോ. അതിന്റെ കോലം കണ്ടിട്ടാണ് എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. തെറ്റത് കണ്ടം പറഞ്ഞും കൂടി ഈ ദോശ എങ്ങനെ പൊട്ടിയതാ ദോശ? പൊട്ടിയതാ എനിക്കറിയില്ല. എനിക്ക് ഈ പൊട്ടിയ ദോശ പറ്റൂല. എനിക്ക് നല്ല വട്ടത്തിലുള്ള ദോശ വേണം. ആകെ ഉണ്ടായിരുന്ന മാവേറ്റ് ഉണ്ടാക്കിയതമ്മ ഈ ദോശ. ഈ ദോശമാവ് അരച്ചതില്ല. വേണ്ട കൊണ്ടയച്ചാളെ. എന്റെ മോണ്ട് വേറ്റാൻ കാട്ടിത്തരാൻ കിട്ടാ. രക്തം ചെയ് കാട്ടി കൂട്ടേണ്ടത്. റബ്ബേ തുള്ളി വെള്ളം ഈ പെണ്ണിന്റെ അടുത്ത് കിട്ടൂല. എന്തമ്മാ എന്താ കരയുന്നത്? എന്റെ പെണ്ണുങ്ങൾ ഇഞ്ചൊരു തുള്ളി വെള്ളം തന്നില്ല. പൈച്ചടിച്ച് നിക്കാനും ഇടങ്ങാറായിക്കണ് ഞാന്. ആര്? വേറെ ഒന്നും കഴിച്ചില്ല നിങ്ങള്? ഒന്നും കഴിച്ച ദോശ കൊടുത്ത് കരിച്ചിങ്ങാണ്ട് കണ്ടം പറഞ്ഞോള് തിന്നീന്റെ ബാക്കിയാ തോന്നുന്നത്. എന്താ ചെയ്യണ്? ചായ ആണെങ്കിൽ പോക ആളി ചോദിച്ചിട്ട് ചൂടും ഇല്ല. അങ്ങനത്തെ ഒരു ചായയും കൊടുത്തിക്കോള്. എന്തമ്മ പറയുന്നു? ഉമ്മക്ക് എന്താ ഈ ഭക്ഷണം ശരിക്കും കൊടുക്കണില്ലാന്ന്? പിന്നെ ചായ പൊകാളിയ ചായയും ഒക്കെ നാശായ ദോശയൊക്കെയാണ് കൊടുത്തു കൊടുക്കുന്നു പറയുന്നത്. അപ്പൊ നല്ലപോലെ കൊടുത്തൂടെ? ഈ പൊകാളിയ ചായ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? മനുഷ്യന്മാരില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കിട്ട് ഓരോന്ന് വെച്ച് വരുമ്പോ അമ്മക്ക് കണക്കണ വടി. എനിക്ക് പറ്റൂല കൊടുക്കാൻ. എന്താ വിഷയം? എന്ത് വിഷയമാണെങ്കിലും ഗ്യാസാ. ഇവിടെ ഗ്യാസ് കൊടുത്തിട്ട് നിങ്ങള് ഇവിടെ വറക്കും ഉണ്ടോ? അതും ഇല്ല. ഉള്ള പട്ടിയും മടലും കാര്യങ്ങളൊന്നും നിങ്ങളുടെ അമ്മ ഒന്ന് വരുമോ? അതൊന്നും നേരാക്കാൻ അതും വരില്ല. ഞാൻ തന്നെ എല്ലാം ചെയ്യണം. എന്നിട്ട് ഉമ്മൊന്നും കഴിച്ചില്ലേ? പിന്നെ ഒരു കാര്യം, നമ്മള് അവസ്ഥക്കനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. ഇപ്പൊ ഗ്യാസ് ഇല്ല എല്ലായിടത്തും എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഹോട്ടലുകളൊക്കെ പൂട്ടി, വീടുകളിലൊക്കെ പഴയ പുകടുപ്പാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ ഒന്ന് പൊഹാളിന്നൊക്കെ വരും, അത് സഹിക്കേണ്ടി വരും. പിന്നെ കണ്ടം പറഞ്ഞ ദോശ പറഞ്ഞ വട്ടത്തിലുള്ള ദോശ തന്നെ തിന്നണമെന്നുണ്ടാ. ഇത് തിന്നാലും ഉള്ളിലേക്ക് കണ്ടം പറഞ്ഞിട്ട് തന്നെയല്ലേ പോണത്. അപ്പൊ എന്തമ്മങ്ങൾ ഇങ്ങനെ ഈ ചിലക്കല്ലേ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അപ്പൊ അതിന്റെ ഇടയിൽ കാസർട്ടിക്കുക. എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാതെ കാര്യം? നിങ്ങൾക്ക് തന്നെ കാണുന്നില്ലേ ഓള് ഈ കുഴലിൽ കൂടെ ഊതിയിട്ട് പുകടുപ്പ് കത്തിക്കണത്? ഇപ്പൊ എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നത്. പണ്ട് നിങ്ങളും ഇങ്ങനെ തന്നെയല്ലായിരുന്നു? ഗ്യാസ് നിങ്ങൾക്ക് എന്നാ കിട്ടി തുടങ്ങിയത്? മനസ്സിലാവുന്നുണ്ടാ? ഈ കുടുംബത്തൊരു മനസമാധാനം തരി നിങ്ങൾ. വേറെ ഒന്ന് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മനസമാധാനം ഉണ്ടാവട്ടെ. അഞ്ചും മോശമൊന്നല്ല, എന്റെ വയലാവ് മോശ. നിങ്ങളെന്താ ഒന്നും പറയാത്തത്? ഞാൻ പറയാ എനിക്ക് വട്ടത്തിലുള്ള ദോശ മതി. ചെറിയ കുട്ടികളെ പറഞ്ഞ പണ്ടാ തുടങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്തോടി എങ്ങനെ മൂട്. ഞാൻ മുട്ടിനെ കൊണ്ടുവന്നോണ്ട് അഹങ്കാരം. ഞങ്ങൾക്ക് ഒരു സാധനം വെച്ചിട്ടാക്കി തരില്ല. അല്ല ഇല്ലാത്ത കാസിൽ എന്റെ അമ്മായിമ തിന്നോട്ടെ വിചാരിച്ചിട്ട് മുമ്പിൽ കൊടുത്തു കൊടുക്കുമ്പോ കണക്കണ മതി. ഞാൻ പോയിട്ടാ ഇവിടെ മോനിങ്ങൾ ഉപയോഗിച്ചിട്ട് അപ്പൊ കാണാം.
നോക്കിക്കോളി ഇങ്ങനെ ദോശ വേണം വട്ടത്തിലുള്ളത്